SSLC +2 പരീക്ഷകൾ ഇന്ന് അവസാനിക്കും. 2964 കേന്ദ്രങ്ങളിലായി ഇത്തവണ SSLC പരീക്ഷ എഴുതിയത് 4,25,000-ലധികം വിദ്യാർത്ഥികളാണ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. ഗുഡ് മോർണിംഗ് റിയാസ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ പരീക്ഷയുടെ ചൂട് കഴിഞ്ഞ് ഇനി വേനൽ ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ. 4,25,000 അല്ലെങ്കിൽ 4,4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഇന്ന് പരീക്ഷ അവസാനിക്കുകയാണ്. കുട്ടികളെല്ലാവരും തന്നെ ഈ അവസാന പരീക്ഷ കഴിഞ്ഞുള്ള ഒരു ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതുല്യ, നമ്മളൊക്കെ SSLC പരീക്ഷ എഴുതി വരുന്ന ഒരു കാഴ്ച നമുക്കൊക്കെ ഓർമ്മയുണ്ട്. അന്ന് വലിയൊരു സങ്കടമാണ്. ആ SSLC പരീക്ഷ തീരുന്നു, പൂർണ്ണമായും ഒരു ബാച്ച്, ഒരുപക്ഷെ നമ്മുടെ കൂടെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവർ, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ, ഹൈസ്കൂൾ വിഭാഗത്തിലെങ്കിലും ഒരുമിച്ച് പഠിച്ചവർ തമ്മിൽ വേർപിരിയുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അന്ന് പരസ്പരം നമ്മൾ ഓട്ടോഗ്രാഫ് നൽകുന്ന ഒരു കാഴ്ച വളരെ മുൻപുണ്ടായിരുന്നു. പിന്നീട് അത് സന്ദേശങ്ങളിലൂടെ കൈമാറുന്ന ഒരു കാഴ്ച പിന്നീട് വന്നു. പരസ്പരം ചേർത്ത് പിടിച്ചും ഒന്ന് എല്ലാം ഈ പറഞ്ഞതുപോലെ ഓർമ്മകൾക്കായി എന്തെങ്കിലുമൊക്കെ നിമിഷങ്ങൾ സമ്മാനിച്ചുമൊക്കെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം വരെ അതായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു കർശന നിയന്ത്രണങ്ങളാണ് SSLC പരീക്ഷ കഴിഞ്ഞ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയതും ചില കുട്ടികളാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഈ SSLC പരീക്ഷ തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുൻപാണ് ഷഹബാസ് എന്ന് പറയുന്ന 10-ാം ക്ലാസ്സുകാരനെ മറ്റ് സ്കൂളിലെ അതേ പ്രായത്തിലുള്ള അതേ ക്ലാസ്സിൽ പഠിക്കുന്ന 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചില വിദ്യാർത്ഥികൾ ചേർന്ന് സംഘർഷമുണ്ടാക്കുകയും ആ സംഘർഷത്തിൽ ഷഹബാസ് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധത്തോടു കൂടിയായിരുന്നു ഇത്തവണത്തെ SSLC പരീക്ഷ തുടങ്ങിയത്. അത് എങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഈ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന് ജീവൻ നഷ്ടപ്പെടുന്നു. ആ SSLC പരീക്ഷ എഴുതേണ്ടുന്ന അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ കൊലപാതകത്തിന് ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ കൊലയാളികൾ എന്ന ആരോപണ വിധേയരായ കുട്ടികൾക്ക്, പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അനുമതി നമ്മുടെ നിയമ സംവിധാനം നൽകുന്നു. 5 കുട്ടികളായിരുന്നു തുടക്കത്തിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അവർക്ക് ആദ്യത്തെ ദിവസം പരീക്ഷ എഴുതാൻ പറ്റുന്നു. പിന്നീട് 6 കുട്ടികളുണ്ടായിരുന്നതിൽ ആ 6 പ്രതികളിൽ 6 പേർക്കും പരീക്ഷ എഴുതാനുള്ള അനുമതി ലഭിക്കുന്നു. അവർ സുരക്ഷിത കേന്ദ്രങ്ങളിലിരുന്ന് അവർ പരീക്ഷ എഴുതുന്നു. ആ കേന്ദ്രത്തിൻ്റെ പുറത്ത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പ്രതിഷേധം, ജനരോഷം, മറ്റ് ജനരോഷം, രാഷ്ട്രീയ ഭേദമന്യേ വലിയ ജനരോഷം ഉയരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് SSLC പരീക്ഷ കഴിയുമ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം, ഇന്ന് മാത്രമല്ല 29-ന് +2 പരീക്ഷ കഴിയുമ്പോഴും ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് നേരെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്നും വീടുകളിലേക്ക് പോകണം. മാത്രമല്ല, രക്ഷിതാക്കളോട് സ്കൂളുകളിലേക്ക് എത്താൻ പോലീസും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്കൊപ്പമാണ് ഇന്ന് ഈ 10-ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികളെ അയക്കുക. മാത്രമല്ല, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ നിയന്ത്രണം, ഈ താമരശ്ശേരി ഉൾപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. താമരശ്ശേരിയിലാണ് ഷഹബാസിൻ്റെ കൊലപാതകം അരങ്ങേറിയത്. അതിന് പിന്നാലെ ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പരസ്പരം സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇടവേളയിൽ വലിയ തോതിൽ വാർത്തയായി നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. വാർത്തയെ നൽകേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. വാർത്ത നൽകിയ സാഹചര്യമല്ല, വാർത്തയെ നൽകേണ്ടി വന്ന ഗതികേട് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു പുതുതലമുറയിലെ ചിലരെങ്കിലും, എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല, ചിലരെങ്കിലും വഴിതെറ്റി പോകുമ്പോൾ അത് പൊതുവായി ബാധിക്കാതിരിക്കാനുള്ള ഒരു ശക്തമായ ജാഗ്രതാ നിർദ്ദേശം, ഇടപെടലാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ പരിസരങ്ങൾക്ക് മുൻപിൽ പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ പോലീസിൻ്റെ നിരീക്ഷണം ശക്തമായി ഉണ്ടാകും. കോഴിക്കോട് സിറ്റിയിൽ മാത്രം 350ഓളം പോലീസുകാരെയാണ് ഇതിനായി വിന്യസിക്കുന്നത്. കൂടാതെ ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കൃത്യമായി പോലീസ് ഈ വിദ്യാർത്ഥികളോട് ഒപ്പം തന്നെ ഉണ്ടാകും. രക്ഷിതാക്കൾ വരുന്ന മുറയ്ക്ക് അവർ രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞയക്കും. അല്ലാത്ത വിദ്യാർത്ഥികളെ പോലീസിൻ്റെ കർശന നിരീക്ഷണത്തിൽ തന്നെ പറഞ്ഞയക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഒരു നിർദ്ദേശം. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച് ഇന്നലെ ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് പുറത്തിറക്കിയ ഉത്തരവിൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധകമായ രീതിയിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ഇതാണ്. പരീക്ഷ തീരുന്ന ദിവസം
മധ്യവേനൽ അവധിക്ക് സ്കൂൾ അടയ്ക്കുന്ന ദിവസം സ്കൂളുകളിൽ ആഘോഷങ്ങളൊന്നും നടത്താൻ പാടില്ല. പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾ മേൽപ്പറഞ്ഞ വിധത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ഏർപ്പെടുന്നില്ല എന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം. പരീക്ഷ തീരുന്ന ദിവസം കുട്ടികളെ സ്കൂളിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നതിന് രക്ഷാകർത്താക്കളുടെ സഹകരണം അത് അധ്യാപകർ ഉറപ്പുവരുത്തണം. പരീക്ഷ തീരുന്ന ദിവസം സ്കൂൾ അടയ്ക്കുന്ന ദിവസം സ്കൂൾ ക്യാമ്പസിന് പുറത്ത് പോലീസിൻ്റെ സഹായം തേടാവുന്നതാണ്. അത് ഔദ്യോഗികമായി തന്നെ സർക്കാരിൻ്റെ ഉത്തരവായി ഇന്നലെ പുറത്തിറങ്ങി. ഇതിപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിലും കനത്ത സുരക്ഷാ സന്നാഹമാണ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഈ 3 പേരെയൊക്കെ ചേർന്ന് ഒരേ സമയം ബൈക്കിൽ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ കർശന നടപടിയായിരിക്കും അവർക്കെതിരെ പോലീസ് സ്വീകരിക്കുക. സാധാരണ നിയമനടപടി മാത്രമായിരിക്കില്ല. ഒരു 3 പേരുമായി ഇരുചക്ര വാഹനത്തിൽ പോവുക എന്ന് പറയുന്നത് നിയമലംഘനമാണ്. പക്ഷേ സ്കൂൾ പരിസരത്തുകൂടി ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഗതാഗത നിയമലംഘനത്തിന് മാത്രമല്ല, അല്ലാത്ത തരത്തിലും പോലീസ് കർശന നടപടി സ്വീകരിച്ചുകൊണ്ടുള്ള കേസ് അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ശരീരത്തെ പ്രത്യേകിച്ച് ഈ കുട്ടികൾ പരസ്പരം ഷർട്ടിലോ അല്ലെങ്കിൽ ശരീരത്തിലോ നിറങ്ങളോ അല്ലെങ്കിൽ മഷിയോ കുടയുന്ന സാഹചര്യമുണ്ടായാൽ പോലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം. അങ്ങനെ ഒരു കടുത്ത ജാഗ്രതാ നിർദ്ദേശം, കടുത്ത നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ഈ SSLC പരീക്ഷ അവസാനിക്കുന്നത്. ഇത് കോഴിക്കോട് മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും മുഴുവൻ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഇത് ബാധകമാക്കിക്കൊണ്ട് ഇന്നലെ തന്നെ ഈ ഒരു ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കടുത്ത ഒരു കണക്കിന് നമുക്ക് ഈ ജാഗ്രതാ നിയന്ത്രണങ്ങളെയൊക്കെ എന്തിന് എന്ന് ചോദിക്കാമെങ്കിലും അത് നമ്മുടെ തലമുറയുടെ, നമ്മുടെ കുട്ടികൾ കൈവിട്ടു പോകാതിരിക്കാൻ, നമ്മുടെ മറ്റ് നല്ല കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി പൊതുസമൂഹവും നമ്മുടെ നിയമ സംവിധാനവും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായി മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അതുല്യ.